ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ മീഡിയാസ് ഒക്കെ നമ്മുടെ കൂടെയാ. കർഷകർക്ക് വേണ്ടിയുള്ള പോരാട്ടം എല്ലാവരെയും അട്രാക്ട് ചെയ്തിട്ടുണ്ട്. നിത്യ ഹരിയുടെ അടുത്തെത്തുമ്പോ അയാളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ശരി. ചെറിയൊരു തള്ളുമതി നിരമതിക്ക്. സുജാതെ, നിത്യോട് അതിന് ശ്രമിക്കില്ല എന്ന് പറ. ഒരുമിച്ച് കൈകോർത്ത് നിന്നാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മളെ അറിയൂ, പുറത്തുള്ളവരറിയില്ല. ശരിയല്ലേ? അവള് വിളിക്കും ഹരി, അല്ലെങ്കിൽ അവൾ വരും. നിന്നെ മറന്നോ, നിന്നോട് തെറ്റ് ചെയ്തോ അവൾ ഒരിക്കലും ജീവിക്കില്ല. അതെനിക്കുറപ്പാ. ഒന്നെങ്കിൽ അവളെ, അല്ലെങ്കിൽ നമ്മളിൽ ഒരാളെ കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആന്റി ചോദിക്ക. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഭീഷണിയുടെ പേരിലാണെങ്കിൽ മുട്ടുമടക്കാനൊന്നും പറ്റില്ല. ഇങ്ങോട്ട് കൽപ്പിക്കുന്നവനോട് ധിക്കരിക്കുക തന്നെ വേണം. ആന്റി, കയ്യിലുണ്ടായിരുന്ന കാശും അമ്മാവൻ സമ്പാദിച്ച സ്വത്തും മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നമ്മുടെ ഒന്നും മനസ്സ് നഷ്ടപ്പെട്ടിട്ടില്ല. ജയാറിന് മണ്ണ് പിടിച്ചെടുക്കാനേ പറ്റൂ, മനസ്സ് പിടിച്ചെടുക്കാൻ പറ്റില്ല. തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും അയാളെ പുലർത്താവുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ആ ധൈര്യം തന്നെ ആന്റി ഇന്ന് ജീവിപ്പിച്ചു കൊണ്ടുപോകുന്നത്. വെറുതെ കൂടുതൽ കാര്യങ്ങൾ ആലോചിച്ചു കൂട്ടണ്ട. ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ എളുപ്പത്തിൽ പരിഹരിച്ചു പോകാവുന്ന ഒരു കാര്യമായിരിക്കും. പറയും തോറും അതിന്റെ വലിപ്പം കൂടും. മോനെ, അവള് ചെയ്ത കാര്യത്തിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം മോനെ. അയ്യോ, ചെല്ലട്ടെ. മക്കളെ, സുജാതയോട് പോലും കാര്യങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിലേ ആ വിഷയം ചെറുതല്ല, ഇല്ലയോടാ? എനിക്കറിയില്ല. ഒരു കാര്യം അറിയാം, കിട്ടാവുന്ന ആയുധങ്ങൾ മുഴുവൻ അയാൾ എനിക്കെതിരെ ഉപയോഗിക്കും. കാരണം അവനെ സംബന്ധിച്ച് നിത്യം ഞാൻ തൊട്ടു എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റമാണ്. ഞാൻ ഹരിയുടെ അടുത്ത് നിന്നാ വരുന്നത്. ചില മാറ്റങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുമല്ലോ. റോഡിൽ വെച്ച് നിങ്ങൾ കണ്ടപ്പോഴും സിഐ നിങ്ങളെ കണ്ടപ്പോഴും നീ വലിയ ചങ്കുറ്റം കാണിച്ചു എന്ന് ഹരി എന്നോട് പറഞ്ഞു. പിന്നെ എപ്പോഴാ മോളെ നിനക്ക് മാറ്റം സംഭവിച്ചത്? അതറിയാൻ അവൻ ആഗ്രഹം കാണില്ലേ? അവന്റെ ജീവിതത്തിലെ വെറും ഒരു പരിചയക്കാരിയല്ലല്ലോ നീ. നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചവരല്ലേ? അമ്മേ, ഞാൻ ജീവന്റെ കൂടെ വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അതല്ലാതെ മറ്റൊന്നും ഹരിയോട് എനിക്ക് പറയാനില്ല. എന്നെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്നവർ മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിച്ചു തുടങ്ങുമ്പോ അതിന്റെ അർത്ഥം അയാൾ നമ്മളോട് അകന്നു തുടങ്ങിയെന്നാണ്. ഹരി എന്തൊക്കെ സഹിച്ചിട്ടുണ്ട്. ഹരിയുടെ ജീവിതത്തിലേക്ക് നീ ഇങ്ങനെ എത്തിയില്ലായിരുന്നെങ്കിൽ ഹരി ഇങ്ങനെ തകരുമായിരുന്നു. ജീവൻ ഹരിയോട് പക തീർക്കുമായിരുന്നു. സ്വന്തം അമ്മാവനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരാള് ഒരുപാട് തവണ ചതിച്ചിട്ടും വീണയോട് സഹിക്കാനും പൊറുക്കാനും മനസ്സ് കാണിച്ച ഒരുവൻ അവനെ നീയായിട്ട് തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ഞാനായിട്ട് ആരെയും തോൽപ്പിച്ചിട്ടില്ല. എനിക്ക് കണക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ മുന്നിലാ. ദൈവം എന്റെ ഭാഗത്ത് തെറ്റി കാണില്ല. ഞാൻ എന്റെ മകന്റെ മുൻപിൽ തോറ്റു. നല്ലൊരമ്മയാണ് സ്വന്തം കുഞ്ഞുങ്ങളെ
ഞാൻ നേർവഴിക്ക് നയിക്കുന്നുണ്ടെന്നുള്ളത് അവൻ ഇല്ലാതാക്കി. പക്ഷെ അപ്പോഴും ഞാൻ പിടിച്ചു നിന്നത് ഞാൻ നല്ലൊരു ഭാര്യയാണെന്നുള്ള കണക്കുകൂട്ടല്ല. പക്ഷെ അത് രഘുവേട്ടൻ തെറ്റിച്ചു. മകന്റെ പ്രതാപത്തിന് പിന്നാലെ രഘുവേട്ടൻ നടന്നു നീങ്ങുമ്പോ ഭാര്യ എന്ന നിലയിൽ ഞാൻ എല്ലാം സഹിച്ചു. പിന്നെ ബാക്കിയുണ്ടായിരുന്നത് നീ വിളിക്കുന്ന അമ്മ എന്ന സ്ഥാനമാണ്. ഇപ്പൊ നീയും ഭംഗിയായിട്ട് ഒഴിഞ്ഞു മാറുന്നു. ഇനി തോൽക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ജീവിക്കാൻ കൊതി തോന്നണമെങ്കിൽ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടാവണം. അതൊക്കെ ഏകദേശം തീർന്ന മട്ട. അമ്മേ, എത്ര കഷ്ടപ്പെട്ടാലും നിന്റെ മുഖത്ത് നോക്കി വിളിക്കാനുള്ള ചീത്ത വാക്ക് എനിക്ക് കിട്ടില്ല. കാരണം അത്രയ്ക്ക് നിന്നെ സ്നേഹിച്ചു പോയിട്ടുണ്ട് ഞാൻ. സാരല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ അവര് നമ്മളെയും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഹലോ. ആ നിത്യല്ലേ? അതെ. ഞാൻ അനന്തനാ. ഹരിയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഹരി എവിടെയാ? ഹരി വീട്ടിലുണ്ട്. എങ്കി ഹരിക്കൊന്ന് ഫോൺ കൊടുക്കാവോ? അത് ഞാനിപ്പോ വേറൊരു സ്ഥലത്ത് നിൽക്കുവാ, അമ്മയോടൊന്നിച്ച്. എന്താ കാര്യം എന്ന് പറഞ്ഞാ ഞാൻ ചെല്ലുമ്പോ പറഞ്ഞോളാം. നിത്യ, നമ്മുടെ പ്ലാൻ സക്സസ് ആണെന്ന് ഹരിയോടൊന്ന് പറഞ്ഞേക്കണം. നാളെ രാവിലെ 10 മണിക്ക് JR-നെ കുറിച്ചുള്ള ബ്രേക്കിംഗ് ന്യൂസ് എല്ലാ ചാനലുകളിലും ടെലികാസ്റ്റിംഗ് ചെയ്യും. പിന്നെ മീഡിയാസൊക്കെ നമ്മുടെ കൂടെയാ. കർഷകർക്ക് വേണ്ടിയുള്ള പോരാട്ടം എല്ലാവരെയും അട്രാക്ട് ചെയ്തിട്ടുണ്ട്. നിത്യ ഹരിയുടെ അടുത്തെത്തുമ്പോ അയാളോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണം. ശരി, പറയാം. നിത്യ അടക്കം എല്ലാവരും ധൈര്യമായിട്ടിരുന്നോളൂ. നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങുക. അതിൽ നമ്മൾ ജയിച്ച് അവസാനിപ്പിക്കും. ഗുഡ് നൈറ്റ് നിത്യ. ഗുഡ് നൈറ്റ്. നിത്യ, നീ ഇതെങ്ങോട്ടാ മോളെ? എനിക്ക് ഹരിയെ ഒന്ന് കാണണം. ആരാ ഇപ്പൊ വിളിച്ചത്? അത് ഞാൻ വന്നിട്ട് പറയാം. നിനക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ. എന്താ പ്രശ്നം? അമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഹരിയെ ഒന്ന് കാണണം. കണ്ടിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരാം. നിൽക്ക. ജീവനായിരുന്നോ ഫോണില്? മധുര നൊമ്പരക്കാറ്റ്